പഴയകാല ജീർണതകൾ മാഞ്ഞു പോയിടും. പുതുമ തന്നുദയ ശോഭ തെളിഞ്ഞു വന്നിടും. ഹൃത്തടത്തിൽ പുതിയ ശാന്തി വ്യാപരിച്ചിടും. ഹൃദയമേതു വിപത്തിലും തളർന്നിടില്ലിനി. പുതിയ സൃഷ്ടി നാം, പുതിയ സൃഷ്ടി നാം. ക്രിസ്തുവിൽ നാം ചേർന്നിടുമ്പോൾ പുതിയ സൃഷ്ടി നാം. എല്ലാ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ധ്യാനചിന്തയിലേക്ക് സ്വാഗതം. എല്ലാ സംവിധാനങ്ങളും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പഴയ രീതിയിലുള്ള പഠനക്രമമല്ല, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസ രീതിയാണ് നാം തുടർന്നു വരുന്നത്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും പഴയ രീതിയല്ല, നൂതന സാങ്കേതിക വിദ്യയാണ് ഡോക്ടർമാർ ഉപയോഗിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉപഗ്രഹം വഴിയാണ് കൃത്യമായ കാലാവസ്ഥ പ്രവചനം നടത്തുന്നത്. ഇങ്ങനെ എല്ലാ മേഖലകളിലും സാങ്കേതികമായ നൂതന വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശാസ്ത്രലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പല മുന്നൊരുക്കങ്ങളും അത് മുഖാന്തരം നടത്തുവാനും പല അപകടങ്ങളും ഒഴിവാക്കുവാനും അത് മുഖാന്തരം സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ട കാര്യമായിട്ടിരിക്കുന്നു. നമ്മുടെ ശരീരവും ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയമാണ്. പഴയ കോശങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു, പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു. പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഒരിക്കലും ശിശുസഹജമായ സ്വഭാവത്തിൽ തുടരുന്നില്ല. ബൈബിൾ വളരെ വ്യക്തമായി ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സെയിൻറ്റ് പോൾ ഇപ്രകാരമാണ് പ്രസ്താവിക്കുന്നത്: ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. 1 കൊരിന്ത്യർ 13:11. മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ച് ബൈബിൾ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. നല്ലത് ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്നത്. കാരണം മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ്. അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. റോമർ 5:12. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ ജന്മമെടുത്തു. തൻ്റെ മരണത്താൽ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മനുഷ്യനെ സ്വതന്ത്രനാക്കി. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും ഉയർപ്പും വിശ്വസിച്ച് അംഗീകരിക്കുന്നവർ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ പഴയ സ്വഭാവത്തെ ഉപേക്ഷിക്കുന്നു. പഴയ ചിന്താഗതികൾക്ക് മാറ്റം വരുന്നു. പുതിയ കാഴ്ചപ്പാടിലേക്ക് എത്തുന്നു. പഴയ സ്വഭാവമായ പാപസ്വഭാവത്തെ പഴയ മനുഷ്യനെന്നാണ് ബൈബിൾ വിലയിരുത്തുന്നത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവേ. എഫേസ്യർ 4:22. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവേൻ അഥവാ ഉപേക്ഷിപ്പിൻ. കൊലോസ്യർ 3:8. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവൻ്റെ രൂപപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. കൊലോസ്യർ 3:9. ദൈവിക സ്വഭാവമായ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. കൊലോസ്യർ 3:12. നമുക്കും പ്രിയമുള്ളവരെ പഴയ സ്വഭാവം ഉപേക്ഷിച്ച് പുതിയ ദിവ്യ സ്വഭാവം സ്വീകരിച്ച് ജീവിക്കാം. കാരണം നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. ഗോഡ് ബ്ലസ് യു. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാ.